ശാന്തമായി ഇരിക്കുക, സ്വസ്ഥമായി ഇരിക്കുക. നിങ്ങൾ ഒരു കടൽ തീരത്ത് നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ മുൻപിൽ കറുത്ത മേഘങ്ങളുണ്ട്. ഒപ്പം തന്നെ നിങ്ങളുടെ പാദങ്ങളിൽ തിരമാലകൾ തൊട്ടുരുമി പോകുന്നുമുണ്ട്. കറുത്ത മേഘക്കൂട്ടങ്ങളെ നമുക്ക് നമ്മുടെ വിജയത്തിന് തടസ്സം നിൽക്കുന്ന ചിന്തകളായി സങ്കല്പിക്കാം. കണ്ണു തുറന്നു നോക്കൂ. അങ്ങകലെ ചക്രവാളത്തിൽ സൂര്യൻ വളരെ മിഴിവോടെ നിൽക്കുന്നുണ്ട്. ഇരുട്ടിൽ എപ്പോഴും ഇരുട്ടിനെക്കുറിച്ച് സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് യാതൊരു കാരണവശാലും അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ മാർഗങ്ങളുണ്ടാവില്ല. എന്നാൽ മുന്നിലൊരു സൂര്യനുണ്ടെന്നും ആ സൂര്യൻ എൻ്റെ വിജയത്തിലേക്ക് എന്നെ നയിക്കാനാണെന്നും സങ്കല്പിച്ചു കഴിയുമ്പോൾ ഉള്ളിലൊരു പ്രകാശമുണ്ടാകുന്നത് തിരിച്ചറിയുക. അസ്തമയക്കടലിന് മുന്നിൽ എൻ്റെ ജീവിതം ഞാൻ കാണുന്നു. ദൈവികമായ ബ്ലൂ പ്രിൻ്റ് അനുസരിച്ച് രൂപകൽപ്പന ചെയ്ത എൻ്റെ ജീവിതത്തിന് സ്വയം സാക്ഷ്യം പറയുകയാണ് ഞാൻ. തിരിച്ചറിയുകയാണ് ഞാൻ എന്നെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ജീവിത പദ്ധതിയെ. ഇന്ന് ഈ അസ്തമയത്തിൻ്റെ സാക്ഷിയായി, കടലിലെ തിരമാലകളുടെ സാക്ഷിയായി, ജലത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ സാക്ഷിയായി, സൂര്യപ്രകാശത്തിൻ്റെ സാക്ഷിയായി, ഭൂമിയുടെ കരുതലിന് സാക്ഷിയായി, ആകാശത്തിൻ്റെ വിശാലതയുടെ സാക്ഷിയായി, എന്നെ ഈ നിമിഷം തഴുകി തലോടുന്ന കാറ്റിൻ്റെ സാക്ഷിയായി ഞാൻ എൻ്റെ ജീവിതത്തോട് ആഴമുള്ള നന്ദിയോടെ നിൽക്കുന്നു. ഈ ജീവൻ ജലത്തിൽ ആരംഭിച്ച ആ ഒരു നിമിഷം, ആ ഒരു ചെറിയ ജീവസ്പന്ദനം, ഒരു സെല്ല്, ഒരു കോശം, അതിന് രണ്ടാവാനുള്ള കഴിവ് ലഭിച്ച ആ നിമിഷം, സ്വയം വിപുലീകരിക്കുവാനുള്ള ശക്തി അതിൽ നേടിയ നിമിഷം, ആ ഒരു സെല്ല് അന്ന് മുതൽ ഇന്നേക്കുള്ള അതിൻ്റെ സഞ്ചാരത്തിൽ, ആ അത്ഭുതയാത്രയിൽ എന്നെയും പങ്കാളിയാക്കിയതിന് നന്ദി. ഇന്നത്തെ എന്നിലേക്കുള്ള ഈ അത്ഭുതയാത്രയ്ക്ക് നന്ദി. പ്രകൃതിയോട് നന്ദി. എന്നെ വളർത്തിയ ഓരോ അദൃശ്യ ശക്തികളോടും നന്ദി. എൻ്റെ ശരീരത്തോടും മനസ്സിനോടും എൻ്റെ ബോധത്തോടും നന്ദി. എനിക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതി അനുഭവിക്കുവാൻ സാധിച്ചതിന് നന്ദി. കാരുണ്യം തോന്നാൻ സാധിച്ചതിന് നന്ദി. പരിഗണനയുള്ള ഹൃദയം ലഭിച്ചതിന് നന്ദി. ഉപാധികളില്ലാതെ സ്നേഹം അനുഭവിക്കുവാനും നൽകുവാനും കഴിയുന്നതിനും നന്ദി. സ്വയം സ്നേഹിക്കാൻ പഠിക്കുന്ന ഈ യാത്രയ്ക്ക് നന്ദി. കുടുംബത്തെ സ്നേഹിക്കാനാകുന്നതിനും നന്ദി. ലോകത്തോടും രാജ്യത്തോടും തോന്നുന്ന സ്നേഹത്തിനും മനസ്സിനും നന്ദി. ആഹാരത്തിന് നന്ദി. വെള്ളത്തിന് നന്ദി. ശുദ്ധവായുവിന് നന്ദി. വസ്ത്രത്തിനും കിടപ്പാടത്തിനും നന്ദി. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ ഭൗതിക സൗകര്യങ്ങൾക്കും നന്ദി. എന്നെ ഇവിടെ വരെ എത്തിക്കുവാൻ കാരണക്കാരായ മാതൃ പിതൃ ഗുരു പരമ്പരകൾക്കും അവരുടെ മുന്നേ ഈ ലോകത്തൂടെ സഞ്ചരിച്ചവർക്കും നന്ദി. കാരണം അവരാണ് എനിക്കിവിടെ വളരാനും വികസിക്കുവാനുമുള്ള അവസരം ഒരുക്കിയത്, ജനിക്കുവാനും. എൻ്റെ ജീവിത പദ്ധതിക്കനുസരിച്ച് വ്യക്തികളെയും സാഹചര്യങ്ങളെയും പാഠങ്ങളെയും സൗഭാഗ്യങ്ങളെയും എൻ്റെ വഴിയിൽ ഒരുക്കി തന്ന ദൈവികമായ ബ്ലൂ പ്രിൻറ്റിന് നന്ദി. ഓരോ നിമിഷവും ജീവിതം ആസ്വദിക്കുവാൻ സാധിച്ചതിന് നന്ദി. എൻ്റെ സ്വന്തം ഉത്തരവാദിത്തമാണ് എൻ്റെ ജീവിതമെന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഓരോ സെക്കൻഡിനും നന്ദി. ഓരോ നിമിഷത്തിനും നന്ദി. ഈ നിമിഷം ഭൂമിയെയും കടലിലെ വെള്ളത്തെയും സൂര്യനെയും ആകാശത്തെയും എന്നെ തൊട്ട് തലോടുന്ന കാറ്റിനെയും സാക്ഷി നിർത്തി ഞാൻ എന്നോട് തന്നെ ഒരു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മനസ്സ വാച കർമ്മണ ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ കുടുംബത്തിനോ പ്രകൃതിക്കോ ഹാനികരമായ ഒന്നും എൻ്റെ ജീവിതത്തിൻ്റെ അസ്തമയം വരെ ഞാൻ പ്രവർത്തിക്കില്ല. ഇതെന്നോട് ഞാൻ 100% ആത്മാർത്ഥത പുലർത്തിക്കൊണ്ടാണ് പറയുന്നത്. ആ ആത്മാർത്ഥത ഞാൻ ഇടപെടുന്ന ഓരോ നിമിഷങ്ങളിലേക്കും
കൊടുത്തുകൊണ്ടേയിരിക്കുവാൻ ഞാൻ ഈ നിമിഷം തയ്യാറാണ്. എൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും അവയെ മറികടക്കാൻ എനിക്ക് കഴിയും, അനായാസം കഴിയും. എനിക്കതിൽ വിശ്വാസമുണ്ട്. എൻ്റെ കഴിവിൽ എനിക്ക് അത്രയും വിശ്വാസമുണ്ട്. പരിപൂർണ ആരോഗ്യം എൻ്റെ ജന്മാവകാശമാണ്. എൻ്റെ ജീവൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിലെത്തിയ നിമിഷം പ്രകൃതി എനിക്ക് നൽകിയ സംരക്ഷണ വലയം ഇന്നും എന്നെ കാക്കുന്നുണ്ട്, ഇന്നും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ അറിവുകളും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അത് തേടി ഞാൻ മറ്റെങ്ങും പോകേണ്ടതില്ല എന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. എൻ്റെ ഉള്ളിലെ ആ കഴിവ് പുറത്തെടുക്കുവാൻ നിരന്തരം പ്രവർത്തിക്കാൻ ഞാൻ ഈ നിമിഷം മുതൽ തയ്യാറാണ്. വിജയം എൻ്റെ ജന്മാവകാശമാണ്. എൻ്റെ വിജയത്തിന് ഇന്നേ വരെ തടസ്സമായി നിന്ന എല്ലാ ചിന്തകളെയും ഈ നിമിഷം മുതൽ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നും ഇറക്കി വിടുന്നു. ഇനിയുള്ള ഓരോ നിമിഷവും എന്നിൽ പ്രവർത്തിക്കുന്നത് എൻ്റെ ഉന്നത വിജയത്തിന് സഹായിക്കുന്ന ചിന്തകൾ മാത്രമാണ്. ആ ചിന്തകൾക്കനുസരിച്ച് നിരന്തരം ആക്ഷൻ എടുത്താൽ എനിക്ക് അനായാസം വിജയിക്കാനാവുമെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. I can achieve anything. That divine power is within me. My mother's womb gave me that power. My energy is beyond limits. My emotions are powerful. Love, light, bliss. ഞാൻ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തികളും എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വെളിച്ചമാണ്. ആ വെളിച്ചത്തിൻ്റെ പ്രഭയാണ് എനിക്ക് 24 മണിക്കൂറും ഞാൻ ഉറങ്ങുമ്പോഴും കാവലായി നിൽക്കുന്നത്. ഈ പ്രപഞ്ച സത്യം അറിയാതെ പോയതിന്, വിജയിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യാതെ പോയതിന്, സ്വന്തം സമയം നഷ്ടപ്പെടുത്തിയതിന്, എന്നെ ഞാൻ സ്നേഹിക്കാതെ ഇരുന്നതിന്, എൻ്റെ ലക്ഷ്യങ്ങൾ കണ്ടെത്താതെ ഇരുന്നതിന്, ആക്ഷൻ എടുക്കാതെ ഇരുന്നതിന്, സൗഭാഗ്യങ്ങളെ നിഷേധിച്ചതിന്, മുതിർന്നവരെ തള്ളിപ്പറഞ്ഞതിന്, സ്വയം അറിയാതെ പോയതിന് ഐ ആം സോറി. പ്ലീസ് ഫോർഗിവ് മീ. ഐ ലവ് യു. താങ്ക് യു. ഐ ഫോർഗിവ് മൈസെൽഫ്. ഐ ഹീൽ മൈസെൽഫ്. ഐ താങ്ക് മൈസെൽഫ്. ഐ ലവ് മൈസെൽഫ്. ഇനി ഞാൻ എന്നെ പൂർണ്ണമായി സ്വീകരിക്കുന്നു. എൻ്റെ പ്രകാശത്തെ സ്വീകരിക്കുന്നു. എൻ്റെ ശക്തിയെ സ്വീകരിക്കുന്നു. എൻ്റെ ശക്തിയെ ഉണർത്തുന്നു. എൻ്റെ ജീവിതത്തെ സ്വീകരിക്കുന്നു. എൻ്റെ വിജയത്തെ സ്വീകരിക്കുന്നു. ഞാൻ സജ്ജമാണ്. ഞാൻ ഉണർന്നിരിക്കുന്നു. ഞാൻ സ്നേഹമാണ്. ഞാൻ വെളിച്ചമാണ്. ഞാൻ സമാധാനമാണ്. ഞാൻ ശക്തിയാണ്. ഞാൻ വിജയമാണ്. നന്ദി, നന്ദി, നന്ദി. താങ്ക് യു. ലവ് യു. ബ്ലെസ് യു. ഇറ്റ്സ് മീ, സുധാചന്ദ്രൻ, ലിറ്റ്യൂഡ് മോട്ടിവേഷൻ.